ഇന്ന് നമുക്ക് ബീച്ചിൽ നിന്ന് നോമ്പുറക്കാൻ പോവാം. ബീച്ചിൽ നിന്ന് നോമ്പുറക്കാന്നുള്ളത് കഴിഞ്ഞ നോമ്പിനെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോഴാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ ഫുൾ വാൻഡ് ബോക്സ് വാങ്ങിയിട്ടാണ് പോയത്. ഈ ബീച്ചിൽ നിന്നൊക്കെ നോമ്പുറക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഇങ്ങനത്തെ ബോക്സ് വാങ്ങണതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മളവിടെ എത്തുന്നതിൻ്റെ മുമ്പേ ഇതാ വിലക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വന്നപ്പോൾ വിചാരിച്ചത് ഇതാ ബീച്ചിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കുമ്പോൾ നമ്മളെ കുറേ നോമ്പുറക്കാനുള്ള ടീംസ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കണേ. പിന്നെ ഈ സൺസെറ്റ് കഴിഞ്ഞാലാണല്ലോ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കല്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോമ്പുറന്നു. പിന്നെ എൻ്റെ ഇപ്പം മാത്രം അവിടെ നിന്ന് നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പാക്കിങ്ങിൻ്റെ തിരക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പണി ഉണ്ടാവില്ല. ജ്യൂസ് കുപ്പിയിലേക്ക് ഒഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ചമ്മി ബാക്കി ജ്യൂസ് ഇങ്ങനെ കുടിച്ച് തീർക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റോട്ടുമലൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തിന് എൻ്റെ കൈമ തന്നോണ്ട് തന്നെ ഓളെ ഷൂ റോട്ടുമല വീണ്. അങ്ങനെ ഉമ്മ പോയി അതെടുത്ത് വന്ന് പിന്നെ നമ്മളെല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. അവിടുന്ന് എൻ്റെ കസിൻസ് ഒക്കെ ബോൾ കളിക്കാൻ കണ്ടിട്ട് എൻ്റെ അനിയത്തിക്ക് ആ ബോൾ വേണമെന്ന് ഓക്ക് കൊടുത്തപ്പോൾ ഓൾ ഒറ്റ കൊണ്ടുപോയി കളിക്കാനാ തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല മനസ്സിലാക്കിയാണ്ട് നമ്മൾ ഒരു ഐസച്ചാറ് കുടിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ കിട്ടുന്ന ബീച്ചിലത്തെ ഐസച്ചാറ് വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അങ്ങനത്തെ ഒരു സാധനമേ അല്ല. ഇവല് ഈ ഐസർദിയിൽ പൈനാപ്പിൾ ഒരു കാന്താരിയും കൂടി മിക്സ് ഉള്ള സുർക്കാണ് ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവളോട് പറഞ്ഞ് അതിലേക്ക് കുറച്ചും കൂടി സർബത്ത് ഒഴിച്ച് തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നോക്കുമ്പോൾ അവിടെ മദർലാൻഡും ഫാദർലാൻഡും ഉണ്ടെന്ന്. അങ്ങനെ അത് രണ്ടും ഒന്ന് കുടിച്ചു നോക്കി. വല്ല എക്സ്പ്രഷൻ കണ്ടാലൊക്കെ മനസ്സിലാവും എന്താ സംഭവം എന്ന്. ഈ ഫാദർലാൻഡ് ഉമ്മ കുടിച്ചപ്പോൾ ഉമ്മന്റെ തലച്ചോറിലേക്ക് കയറിപ്പോയി എന്നമ്മ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒരു എരിവ് മാറ്റാൻ വേണ്ടി ഒരു ഗോലി സോഡ വാങ്ങി. പക്ഷെ ആർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സാലിക്ക തന്നെ വേണ്ടി വന്ന് പൊട്ടിക്കാൻ. അങ്ങനെ അത് കുടിച്ചപ്പോൾ ഒരു സമാധാനമായത്. പിന്നെ അത് വത്തൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. പിന്നെ ഓരോ മാങ്ങ, കാന്താരി, മറ്റേത് മറിച്ചത്. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇമ്മിളിന്റെ മാങ്ങയിൽ തുടങ്ങാം. കുഴപ്പമില്ലേനും. പിന്നെ വത്തക്ക അടിപൊളിയേനും. നോമ്പൊക്കെ പിടിച്ചതല്ലേ, വയറിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയാൽ വയറ് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയോടെ നമ്മളിതാ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി നിരത്തി വെച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണുതാ ഈ ഞണ്ട് പൊരിശയിലേക്കാണ് പോയത്. അങ്ങനെ അത് കഴിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായ ആള് കില്ലാടിയാണ്. പിന്നെ അത് ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. പിന്നെ ഞാൻ ആ ഞണ്ട് പൊരിച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് കഴിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.